എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായാലും ഒരു വേസ്റ്റായിട്ട് ഉണ്ടാവുന്ന ഇതുപോലത്തെ ഈ മരുന്നിൻ്റെ ബോട്ടിൽസില്ലേ, ഇതുപോലത്തെ സിറപ്പ് ബോട്ടിൽസ് വെച്ചിട്ടുള്ള കുറച്ച് റീയൂസ് ഐഡിയാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നം തന്നെയാണ് വേസ്റ്റ്. അപ്പോൾ നമ്മൾ മാക്സിമം അത് റീയൂസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഒരുപാട് റീയൂസ് ഐഡിയാസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലും അതുപോലെ എന്താണുള്ളതെന്ന് നോക്കാം. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു മരുന്നിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് കട്ട് ചെയ്യാണ്. ഇങ്ങനത്തെ കട്ടർ നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. 10 രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ വില. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ബോട്ടിലൊന്ന് കട്ട് ചെയ്യാം. ഒന്ന് ചൂടാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ സൈഡൊന്നും ശരിക്കായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ലെവലാക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ നടുവിൽ ഒന്ന് മുറിച്ച് കൊടുക്കുക. ഇനി നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ലൈസ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് 2 പീസ് എടുത്തിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യണത്. ഇപ്പോൾ നല്ലൊരു കർട്ടൻ ഹോൾഡർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് കർട്ടനിൽ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ ഒതുങ്ങിക്കെടുക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സാധാരണ കുപ്പീനേക്കാളും മരുന്നിൻ്റെ കുപ്പിക്ക് കുറച്ചുകൂടി ഒരു കട്ടിയുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് നിൽക്കാൻ നല്ലതാണ്. പിന്നെ ഇതിനൊരു ബ്രൗൺ കളർ ഉള്ളതുകൊണ്ട് പിന്നെ കളറിങ്ങോ അങ്ങനെ വേറൊരു ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അതും ഈ മരുന്നിൻ്റെ ബോട്ടിലായതുകൊണ്ട് മാത്രം പറ്റുന്നതാണ്. അഥവാ നിങ്ങളുടെ കർട്ടന് ഇതിനേക്കാളും നല്ല കട്ടി ഉണ്ടെങ്കിൽ ആ ഒരു നമ്മൾ സെൻറ്റർ കട്ട് ചെയ്ത ഭാഗത്ത് 2 ഹോൾ ഇട്ടിട്ട് 2 സൈഡിലും ഓരോ വള്ളി ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ കൂട്ടിയിട്ട് കെട്ടി വയ്ക്കാം. അപ്പോഴും ഇത് കാണുമ്പോൾ നല്ല ഭംഗിയിൽ കിടക്കും. അടുത്തതായിട്ട് നമുക്ക് ഈ മരുന്നിൻ്റെ ബോട്ടിൽസിന് ചെറിയ ഇങ്ങനെ പെറ്റൽസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ പേപ്പറിൽ വരച്ച പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആദ്യം ചെറിയ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഇനിയൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഒരു സൂചി ഉപയോഗിച്ചിട്ട് എല്ലാ പെറ്റൽസിനും ചെറിയ ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കുക. സൂചി ചൂടാക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഹോൾസ് ഇടാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ റൗണ്ടിലുള്ള കുളത്തുകളാണ്. ഇതിനധികം പൈസയൊന്നുമില്ല. നമുക്ക് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെ ഒരു പാക്കറ്റായിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒരു 2-3 പെറ്റൽസ് ഇങ്ങനെ അതിൽ കോർത്തെടുക്കുക. ഇനി അതുപോലെ നമ്മുടെ കമ്മലിങ്ങനെ തൂക്കിയിടുന്ന ആ ഒരു സംഭവമില്ലേ, അതും നമുക്കിതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ചെറിയ വിലയുള്ളൂ ഇതിനൊക്കെ. ഒരിക്കൽ വാങ്ങിച്ചാൽ പിന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ ഐഡിയാസൊക്കെ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് അത് ഇതിൽ കൊളുത്തിയിടുക. ഇപ്പോൾ നല്ലൊരു ഭംഗിയിലുള്ളൊരു കമ്മലാവും. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. കാരണം വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ സ്റ്റോണൊക്കെ ഒട്ടിച്ചിട്ട് കൂടുതൽ നല്ല ഭംഗിയാക്കാം. ഇനി അതുപോലെ ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വിക്സ് ഇൻഹേലർ ഇല്ലേ, അതിൻ്റെ ആ ഒരു ചങ്ങലയാണ്. ഇനി ആ ചങ്ങലയിൽ നമുക്ക് ഇതുപോലെ തന്നെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പെറ്റൽസ് ഇങ്ങനെ ഓരോന്നും ആ ഒരു കുളത്തിൽ കൊളുത്തിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ വിക്സ് ഇൻഹേലറിൻ്റെ ആ ഒരു ചങ്ങല നമ്മളിപ്പോൾ ഒരു നല്ല കീ ചെയിനാക്കി മാറ്റിയിട്ടുണ്ട്. ഓരോ കുളത്തിലും ഞാൻ ഓരോ പെറ്റൽസ് ഇങ്ങനെ ആ ഒരു റൗണ്ട് കുളത്ത് വെച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇപ്പോൾ നല്ല വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു കീ ചെയിൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആ വിക്സ് ഇൻഹേലർ നമ്മൾ കഴിഞ്ഞാൽ വെറുതെ കളയുന്നതല്ലേ, അതിൻ്റെ ഒരു ചെയിൻ നമുക്ക് ഇങ്ങനെ റീയൂസ് ചെയ്യലും ആയി. ഇപ്പോൾ നമ്മുടെ കുപ്പിയും റീയൂസായി. ഇതിപ്പോൾ നമുക്ക് പഴയ കീ ചെയിൻ കളറ് പോയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ആ ഒരു ചെയിൻ മാത്രം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് മാത്രമല്ല, എന്ത് ഷേപ്പും നമുക്ക് കട്ട് ചെയ്തിട്ട് ഭംഗിയിൽ ചെയ്യാൻ പറ്റും. മരുന്നിൻ്റെ കുപ്പികൾക്ക് പിന്നെ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ വേറെ കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. അടുത്തതായിട്ട് ഞാനിപ്പോൾ ഒരു ഡെക്സ് ഓറഞ്ചിൻ്റെ കുപ്പി എടുത്തിട്ട് അതിൽ കുറച്ചിങ്ങനെ ഫെവിക്കോൾ തേച്ച് കൊടുക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് തേക്കാം. അപ്പോൾ 2 സ്പൂൺ ഫെവിക്കോളിന് 1 സ്പൂൺ വെള്ളം എന്നുള്ള കണക്കിന് എടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ബോട്ടിലിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യില്ലേ, അതുപോലെ. ഇവിടെ ഞാൻ എന്നിട്ട് ചെയ്യുന്നത് ഈ ഗ്ലിറ്റർ പൗഡർ ഇല്ലേ, അത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ തൂക്കി കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡെക്കറേഷനാണിത്. ഇപ്പോൾ ഫെവിക്കോൾ തന്നെയാകുമ്പോൾ നന്നായിട്ട് ഒട്ടിയിരിക്കും. അപ്പോൾ എല്ലാ സൈഡിലും ഈ ഗ്ലിറ്റർ പൗഡർ ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ഉണങ്ങാൻ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ നെക്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ലേസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കാണാനൊരു ഭംഗിയായി. ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഡെക്കറേഷൻസ് വേണമെങ്കിൽ നമുക്കത് ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ നമ്മൾ ഡ്രസ്സിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്ന 2 മിറർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുപ്പി അത്യാവശ്യം ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്തെങ്കിലും ഫ്ലവർ വയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബോട്ടിലായിട്ടും നമുക്ക് ഷോക്കേസിലൊക്കെ വയ്ക്കാൻ പറ്റും.
ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാനായിട്ട് കുപ്പികൾ ഇല്ലാത്തവർക്ക് നമ്മുടെ മരുന്നിൻ്റെ കുപ്പികളിൽ ഇതുപോലെ ഇങ്ങനെ ബോട്ടിൽ ആർട്ടൊക്കെ ചെറുതായിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഇനി അടുത്തത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കാർഡ്ബോർഡിൻ്റെ കവർ ഉണ്ടാവില്ലേ, മരുന്ന് വരുന്നത്, ആ കവറാണ്. ഇതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു പേപ്പർ ഏതെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ലൊരു ഓർഗനൈസർ ഇവിടെ തയ്യാറായി. നമുക്കിത് ബാത്റൂമിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഫേസ് വാഷോ അങ്ങനെ എന്തെങ്കിലും ക്രീമുകളൊക്കെ അവിടെ വെക്കണമെങ്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അധികം വെയിറ്റ് ഉള്ളതൊന്നും വെക്കണ്ട. നമുക്ക് സാധാരണ ഇതിന് താങ്ങാൻ പറ്റുന്നൊരു വെയിറ്റുള്ള ക്രീമുകളൊക്കെ നമുക്കിതിൽ വെക്കാൻ പറ്റും. ഇന്ന് ഷെയർ ചെയ്ത കൊച്ചു കൊച്ചു ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.